ഹലോ അസ്സലാമു അലൈക്കും. എടാ 9ാം ക്ലാസ് അറബി പരീക്ഷയിൽ ക്രിസ്മസ് പരീക്ഷയിൽ എന്തായാലും വരാൻ സാധ്യതയുള്ള ചോദ്യമാണ് പ്രോഗ്രാം നോട്ടീസ് ഉണ്ടാക്കാനുള്ളത്. ഓക്കെ, ആ പ്രോഗ്രാം നോട്ടീസിന് അറബിയിൽ പറയാം ബർനാമിജ് എന്നാണ് പറയുക. പ്രോഗ്രാം നോട്ടീസിന് പറയാം അൽ ബർനാമിജ് എന്നാണ് പ്രോഗ്രാം നോട്ടീസിന് പറയാം, അൽ ബർനാമിജ്. ഓക്കെ, അപ്പോൾ ഇത് ഫില്ല് ചെയ്യാനുണ്ടാവും 4 മാർക്കിന് അല്ലെങ്കിൽ 3 മാർക്കിന് എന്തായാലും ചോദിക്കുന്നൊരു ചോദ്യമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ഈ ഭാഗത്തുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. കാരണം നിങ്ങൾ ഇവിടെയും അതേപോലെ തന്നെ ഇവിടെയും കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് അത് അറിയില്ലെങ്കിൽ നമുക്ക് ആൻസർ കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. അപ്പോൾ ഒന്നാമത്തെ എപ്പോഴും തെർഹീബ്, ആ തെർഹീബ്. രണ്ടാമത്തെ റിആസത്ത്. മൂന്നാമത്തത് അൽ ഇഫ്തിതാഹ് എന്നായിരിക്കും കേട്ടോ, മറന്നു പോയരുത്. അൽ ഇഫ്തിത് നിങ്ങൾ മനസ്സിലാക്കി പോണേ. 5 കാര്യങ്ങൾ, 1, 2, 3 ഇഫ്തിതാഹ്. നാലാമത്തത് അത്തഹാനി എന്നായിരിക്കും. അത്തഹാനി ആശംസ. ഇനി ഇവിടെ കലിമത്തു തഹാനി ഖുത്തുബ തഹാനിയൊക്കെ കൊടുക്കാം. ഓക്കെ, സോറി, ഇതിൽ പിന്നെ നാലാമത്തെ ഖുത്തുബയാണ് കേട്ടോ. തഹാനി താഴത്തുണ്ട്, ഇതിൽ വരുന്ന ഖുത്തുബയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ അറിയാത്തവിടെ നിൽക്കട്ടെ. ഇത് 4ാമത്തെ തഹാനിയാണ്, 5ാമത്തെ ശുക്രാണ്. ഇതാണ് നിർബന്ധമായി നിങ്ങൾ പഠിച്ചു പോകുന്നത്. തർഹീബ്, റിആസത്ത്, ഇഫ്തിതാഹ്, തഹാനി, ശുക്ർ. ഈ 5 നിങ്ങൾ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കി പോകാം. പിന്നെ അതല്ലാത്ത എന്തെങ്കിലും ഇപ്പോൾ അവാർഡ് ദാനം ഖുത്തുബൊക്കെ വരും. അപ്പോൾ നമ്മൾ ഇത് നോക്കുക, ഈ മുഅല്ലഫ് ശുർത്ത എന്നുള്ള എവിടെയുള്ളത് നോക്കുക. ഇങ്ങനെ നോക്കുന്ന സമയത്ത് മുഅല്ലഫ് ശുർത്ത. അപ്പോൾ അവിടെ നമുക്ക് എന്ത് കാണാം, മുഅല്ലഫ് അൽക്കാമദ് ഖുത്തുബത്ത തൗഇയ ഞങ്ങൾ. അപ്പോൾ ഇതുകൂടെ എടുത്ത് എഴുതാം, ഖുത്തുബത്തും തൗഇയ, ഖുത്തുബ എന്ന് മാത്രം എടുത്ത് എഴുതാം. ഉണ്ടാവും. അപ്പോൾ അൽ ഖുത്തുബ എന്ന് എഴുതാം, അല്ലെങ്കിൽ ഖുത്തുബത്ത് തൗഇയ എന്ന്, ബോധവൽക്കരണ പ്രസംഗം. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇപ്പോൾ നമുക്ക് പരിചയമുള്ളത് ഈ 5 തർഹീബ് സ്വാഗതം, റിആസത്ത് അധ്യക്ഷൻ പ്രസിഡൻഷ്യൽ അഡ്രസ്സ്, ഇഫ്തിതാഹ് ഉദ്ഘാടനം, തഹാനി ആശംസ, ശുക്ർ നന്ദി. ഈ 5 കാര്യങ്ങൾ നമുക്ക് എന്തുണ്ടാവും, നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതല്ലാത്തത് വരുമ്പോൾ ഇതിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുക നോക്കാം. ഓക്കെ, ഇനി തർഹീബ് എന്നുള്ള എവിടെ ഉണ്ടാവുന്നത്, ഏറ്റവും സെക്കൻഡ് ലാസ്റ്റ് സെൻറ്റൻസിൽ മിക്കവാറും റഹബ എന്ന് പറയുന്ന സെൻറ്റൻസിൽ ഒരാളെ പേരുണ്ടാവും. അതാണ് ആ ആളെ പേരോട് എടുത്തതുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, അൽക്ക നാദിർ മദ്രസ കലിമത്ത് തർഹീബ്. അപ്പോൾ തർഹീബ് തന്നെ അവിടെ കൊടുത്തിരിക്കുന്നത്. കലിമത്ത് തർഹീബ് ഇവിടെ കണ്ടില്ലേ, ആരാണ്, നാദിർ മദ്രസ. ഇത് നമ്മൾ നിർബന്ധമായി നോട്ട് ചെയ്യേണ്ട വാക്ക്. നാദിർ മദ്രസ എന്നാണ്, HM എന്നാണ്. ഇതേ പദം തന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരും. ഓക്കെ, നാദിർ മദ്രസ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് എടുത്തിട്ട് ഇവിടെ എഴുതുന്നു. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി അല്ലേ, ഒന്ന് ക്ലിയർ ആയി. ഇനി റിആസത്ത് എന്നല്ലെങ്കിൽ എന്തുണ്ടാവുന്നല്ലോ, റഅസ. ഒന്നെങ്കിൽ റഅസ എന്നുണ്ടാവും, അല്ലെങ്കിൽ റിആസത്ത് എന്നുണ്ടാവും. ഇത് ഇവിടെ ഇങ്ങനെ നോക്കുക ഉണ്ടോ, റിആസത്ത് കണ്ടില്ലേ, തഹത്ത റിആസത്തി. അപ്പോൾ ആരാണ്, റഈസു മജ്ലിസുൽ ഖറവി, പഞ്ചായത്ത് പ്രസിഡന്റ്. ഇത് നമ്മൾ നോട്ട് ചെയ്യണം. ഇത് ഇതേപോലെ തന്നെ പറയും, മജ്ലിസുൽ ഖറവി എന്ന് പറഞ്ഞ പഞ്ചായത്താണ്, റഈസ് പ്രസിഡന്റ്, ആ പഞ്ചായത്ത്. അപ്പോൾ ഇത് 2ാമത്തെ പുല്ലിൻ്റെ ഇവിടെ കിട്ടി, 2 നമുക്ക് കിട്ടി. ഓക്കെ, ഇവിടുത്തെ ശരിയായി. ഇനി ഉളുവുൽ മജ്ലിസ് തശ്രീഹി, അദ്ദേഹം ഇഫ്തിതാഹാണ് 3ാമത്തെ നമുക്ക് ഇവിടെ ഉണ്ട്. ഇനി ഇഫ്തിതാഹ് ഇല്ലെങ്കിൽ എങ്ങനെ കണ്ടെത്താം, ഇഫ്തിതാഹ് ഉണ്ടാവില്ല, ഇഫ്തതഹ എന്നുണ്ടാവും. ഇഫ്തതഹ എന്ന് പറയുന്ന സ്ഥലത്താണ് ഉണ്ടാവുക. ഇഫ്തതഹ ഉണ്ടോ, ഇഫ്തതഹ നിങ്ങൾ ഇഫ്തതഹ എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്ത് വന്നു, ഉളുവുൽ മജ്ലിസ് തശ്രീഹി വന്നു. 3ാമത്തെ ഇഫ്തിതാഹ് ഉദ്ഘാടനമാണ് വരിക. ഇഫ്തതഹ എന്ന് പറഞ്ഞാൽ ഉദ്ഘാടനം ചെയ്തു. ഇനി ഖുത്തുബ നമ്മൾ കണ്ടെത്തിയല്ലോ, എങ്ങനെ കണ്ടെത്തിയത്, ഇത് നോക്കി. ഓക്കെ, ഇനി കലിമത്ത് തഹാനി, ഇത് തഹാനി ഉണ്ടാവും, അൽക്ക തഹാനി എന്നോ കലിമത്ത് തഹാനി, ഖുത്തുബ തഹാനി ഇവിടെ തന്നെ ഉണ്ടാവും. അൽക്ക റബിയ കലിമത്ത് തഹാനി ഉണ്ടാവും. കലിമത്ത് തഹാനി കണ്ടില്ലേ. അപ്പോൾ ആ സെന്റൻസ് പരിശോധിക്കുക. അതിന് മുമ്പ് 2 ആളെ പേരുണ്ടാവും. ഉളുവു മജ്ലിസുൽ ഖറവി. മജ്ലിസുൽ ഖറവി ഞാൻ എന്താ പറഞ്ഞത്, പഞ്ചായത്ത്. ഉളുബ് മെമ്പർ, പഞ്ചായത്ത് മെമ്പർ. അത് നമുക്ക് ഇവിടെ ഒരാളായി, 2ാമത്തെ ആളെ കിട്ടി അല്ലേ. ഇനിയോ അതിന് കൂടാറുണ്ട് റഈസ് പ്രസിഡന്റ്, ജമിയത്തുൽ മുദരിസിൻ ഔസിയ PTA പ്രസിഡന്റ്. അപ്പോൾ നമുക്ക് ഇവിടെയും കിട്ടി ഉണ്ടോ. അപ്പോൾ ഇതെടുത്തിട്ട് ഈ 2 ഇവിടെ ഫില്ല് ചെയ്യുന്നു. കലിമത്ത് ശുക്ർ എപ്പോഴും ഏറ്റവും ലാസ്റ്റ് ശുക്രിനെ കുറിച്ചുണ്ടാവും ഉണ്ടോ. കലിമത്ത് ശുക്ർ ഇവിടെ ആരാ ഉള്ളത്, ഇവിടെ ഉണ്ടോ, അമീനു ലജ്നത്തുൽ മുദരിസീൻ ഉണ്ടോ, അമീനു ലജ്നത്തുൽ മുദരിസീൻ. അതെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ എഴുതുന്നു. സോ ഇങ്ങനെയാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് പ്രോഗ്രാം നോട്ടീസിലേക്കുള്ള കാര്യങ്ങൾ നോക്കി എഴുതുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ ഇതിലുണ്ടല്ലോ, ഇപ്പോൾ നാദിർ മദ്രസ, പിന്നെ MLA റഈസു മജ്ലിസ് തശ്രീ MLA, അതേപോലെ തന്നെ റഈസു മജ്ലിസുൽ ഖറവി പഞ്ചായത്ത് പ്രസിഡന്റ്, PTA പ്രസിഡന്റ്. ഈ വാക്കുകൾ തന്നെ നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പർ ഇതേ വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്കൂൾ പരിപാടി നടക്കുമ്പോൾ എന്തായാലും അവിടെ HM ഉണ്ടാവും, പഞ്ചായത്ത് PTA പ്രസിഡന്റ് ഉണ്ടാവും, പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടാവും, ഉറപ്പാണത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ പ്രോഗ്രാമിലെ പേരുകൾ വരും. അതുകൊണ്ട് ഇതെന്നെ മനസ്സിലാക്കി വെച്ച് ഞങ്ങൾ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് പ്രോഗ്രാം നോട്ടീസ് ഫില്ല് ചെയ്ത് ആൻസർ എഴുതുക. ഓക്കെ, ഇതേപോലത്തെ വീഡിയോകളും കാര്യങ്ങളും എല്ലാം അടങ്ങുന്ന പിന്നെ ട്രിപ്പല്ല
ടിപ്പുകളൊക്കെ അടങ്ങുന്ന നമ്മുടെ ലൈവ് വീഡിയോ വരുന്നുണ്ട്. നിങ്ങളെല്ലാ കുട്ടികളും ഫ്രണ്ട്സിനെ കൂട്ടി എന്ത് ചെയ്യുക, 9ാം ക്ലാസ്സിൻ്റെ അറബി ലൈവ് വീഡിയോ കാണാൻ വേണ്ടി നേരത്തെ തന്നെ എത്തുക. ഓൾ ദ ബെസ്റ്റ്. അസ്സലാമു അലൈക്കും.